രാഷ്ട്രീയത്തിനൊപ്പം കുടുംബ പ്രശ്നവും ഭർത്താവിൻ്റെ മരണവുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് തിരുവനന്തപുരം വെമ്പായത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഭാര്യയ്ക്ക് സീറ്റ് നൽകിയാൽ എതിരെ രംഗത്തു വരുമെന്ന വെമ്പായം സ്വദേശി അജിത് കുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിവാദമായതാണ്. അതിനിടെ അജിത് കുമാറിൻ്റെ ദുരൂഹ മരണം, ആത്മഹത്യയെന്ന് കരുതിയ മരണം ഒടുവിൽ കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മരണകാരണം തലക്കേറ്റ പരുക്കെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അടുത്ത ബന്ധുക്കളെ വീണ്ടും ചോദ്യം ചെയ്തു. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് സർക്കാർ നീക്കം. ഒക്ടോബർ 19 രാവിലെ 5 അജിത്തിനെ വീട്ടിലെ ഓഫീസ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അജിത്ത് അമിത അളവിൽ മരുന്ന് കഴിച്ച് ജീവനൊടുക്കിയെന്നായിരുന്നു മകൻ വിനായക് ശങ്കറിന്റെ മൊഴി. എന്നാൽ 60 ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മരണകാരണം തലക്കേറ്റ പരുക്കാണെന്ന് തെളിഞ്ഞു. സംഭവ ദിവസം അജിത്തും താനും തമ്മിൽ ഏറ്റുമുട്ടിയെന്നും വടിയെടുത്ത് അച്ഛനെ അടിച്ചെന്നും വിനായക് മൊഴി നൽകിയിട്ടുണ്ട്. അജിത്തിന്റെ അച്ഛനും അമ്മയും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭാര്യ ബീനയെയും വിനായകനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. മരണകാരണം തലക്കേറ്റ പരുക്കെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് അടുത്ത ബന്ധുക്കളെ വീണ്ടും ചോദ്യം ചെയ്തത്. 4 തവണ തലയ്ക്ക് പിന്നിലേറ്റ അടിയിൽ ആഴത്തിൽ ചതവുണ്ടായെന്നും ദേഹത്ത് പലയിടങ്ങളിലായി 31 പരുക്കുകളുണ്ടെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദുരൂഹ മരണത്തിലെ അന്വേഷണത്തിൽ ഒത്തുകളി ആരോപിച്ച് വട്ടപ്പാറ പോലീസിനെതിരെ അജിത്തിന്റെ രക്ഷിതാക്കൾ റൂറൽ എസ്.പിക്ക് പരാതി നൽകി. മരണത്തിന് മുമ്പാണ് ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങൾ സഹിതം അജിത്ത് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ഭാര്യ ബീന എന്റെ പേര് കൂടി ചേർത്ത് 2 തവണ മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുണ്ട്. ഇനി ബീന അജിത്ത് എന്ന പേരുപയോഗിക്കാൻ പാടില്ല. ഇവർക്ക് കോൺഗ്രസ് കമ്മിറ്റി സീറ്റ് നൽകിയാൽ ഞാൻ തന്നെ എതിരെ രംഗത്ത് വരും. ജാഗ്രതയ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അജിത്തിന്റെ മരണത്തിനു പിന്നാലെ ഈ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയിരുന്നു. മരണം നടന്ന് 5-ാം നാൾ വീട്ടിലെ 2 മുറികൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയതിലും ദുരൂഹത ആരോപിച്ച് അജിത്തിന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നെങ്കിലും പോലീസ് അത് ഗൗരവമായി കണ്ടിരുന്നില്ല. പിന്നീട് 60 ദിവസം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് പോലീസ് ഉണർന്നത്. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിക്കും. ഇക്കാര്യം ആവശ്യപ്പെട്ട് മന്ത്രി GR അനിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിന് പിന്നാലെയാണ് നടപടി. വട്ടപ്പാറ പോലീസിൽ നിന്ന് അന്വേഷണം മാറ്റണമെന്നാവശ്യപ്പെട്ട് അജിത്തിന്റെ രക്ഷിതാക്കൾ നൽകിയ പരാതി അടക്കമാണ് മന്ത്രി കൈമാറിയത്. അജിത്തിന്റെ അമ്മ രാധാദേവിയെയും അച്ഛൻ മാധവൻ നായരെയും മന്ത്രി GR അനിലും CPM ജില്ലാ സെക്രട്ടറി V ജോയിയും സന്ദർശിച്ചു. അമ്മ ഇക്കാര്യത്തിന് ആരും ഇല്ലാത്ത ആളാണെന്ന് ധരിക്കില്ല. നാട്ടിലെ ആളുകളെല്ലാവരും ഉണ്ട്. നാട്ടിലെ ആളുകളെല്ലാം ഈ കുടുംബത്തോടൊപ്പം ഉണ്ടെന്നുള്ളത് ഭാഗമാണ് ഇവരെല്ലാവരും ഇവിടെ വന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് നീതി നമുക്ക് ലഭ്യമാക്കണമെന്ന തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നമ്മൾ നീക്കും. അതേസമയം ഭർത്താവിന്റെ മരണത്തിൽ തനിക്ക് സംശയമുണ്ടായിരുന്നില്ലെന്നാണ് ഭാര്യ ബീനയുടെ പ്രതികരണം. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ബീന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വെമ്പായം പഞ്ചായത്തിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. News 18 പോത്തൻകോട്.